ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്നതിൽ എതിർപ്പുമായി ഇന്ത്യ സഖ്യം. NRC നടപ്പാക്കാനുള്ള നീക്കമെന്നാണ് ആരോപണം. ഇതിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം. വിവരങ്ങളുമായി ശ്രീകാന്ത് വീണ്ടും ചേരുന്നു. ശ്രീകാന്ത്, അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്നതിൽ എന്താണ് ഇന്ത്യ സഖ്യത്തിന് ഇത്ര എതിർപ്പ്? കൃഷ്ണരാജ്, ഏറെ സുപ്രധാനമായ ചുവടുവയ്പ്പാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുണ്ടായത്. അതായത് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ പട്ടിക, വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യം. അതിന് വേണ്ടി കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയും ചെയ്തു. അതുമാത്രമല്ല, ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ രാജ്യത്തേക്ക് എത്തുകയും വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് വോട്ടർ പട്ടികയുടെ ഭാഗമാവുകയും ചെയ്തു എന്നുള്ളത് വളരെ വലിയ ആക്ഷേപമായി ഈ അടുത്ത കാലത്താകെ ഉയർന്നു വരുന്നതാണ്. അത് ബംഗാളിലുണ്ട്, ബീഹാറിലുണ്ട്, അസമിലുണ്ട്, അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ വളരെയധികം ആളുകൾ ഈ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ട്. NRC നടപ്പാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യം എതിർപ്പുമായി രംഗത്ത് വരുന്നത്. അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും അവർ പറയുന്നു. സ്വാഭാവികമായും ഈ അനധികൃത കുടിയേറ്റക്കാർ വോട്ടർ പട്ടികയിൽ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ ഈ കോൺഗ്രസും അതോടൊപ്പമുള്ള ഇന്ത്യ സഖ്യത്തിലെ മറ്റ് RJDയും അടക്കമുള്ള പാർട്ടികളാണ്. ആ വോട്ടുകൾ നഷ്ടപ്പെടും എന്നുള്ളതാണ് അവരെ ഏറെ അലട്ടുന്ന കാര്യം. ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുക ലക്ഷ്യമിട്ട് വ്യാപകമായ ഒരു പരിഷ്കരണം കൊണ്ടുവന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതായത് നിലവിലുള്ളവർക്കും പുതിയ വോട്ടർമാർക്കും അവർ പൗരത്വം എങ്ങനെ കിട്ടിയതാണ് എന്ന് ബോധ്യപ്പെടുത്തണം, അതിന് തക്ക രേഖകളും ഹാജരാക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് 2003 ഒരു സ്ക്രൂട്ടനി നടന്നിരുന്നു, വിശദമായ പരിശോധന നടന്നിരുന്നു. അതിനുശേഷം വോട്ടർ പട്ടികയിൽ ആഡ് ചെയ്ത ആളുകളാണ് പൗരത്വം എങ്ങനെ കിട്ടിയതാണ് എന്ന് തെളിയിക്കേണ്ടത്. രേഖകൾ ഹാജരാക്കുകയും വേണം.